ഈശോയിലെ ഏറ്റവും പ്രിയമുള്ളവരെ, മത്തായിയുടെ സുവിശേഷം 23-ാം അധ്യായം 12-ാം വാക്യം, തന്നെ ഉയർത്തുന്നവൻ താഴ്ത്തപ്പെടും, തന്നെ താഴ്ത്തുന്നവൻ ഉയർത്തപ്പെടും. എളിമയുള്ളിടത്താണ് ദൈവത്തിൻ്റെ കൃപ ഒഴുകിയിറങ്ങുന്നത്. പരിശുദ്ധ അമ്മയുടെയും ഈശോയുടെയും ഒക്കെ മാതൃക നമുക്ക് അനുകരിക്കാം. ദൈവത്തിൻ്റെ സമാനത നിലനിർത്തേണ്ടതൊരു കാര്യമായി പരിഗണിക്കാതെ സ്വയം എളിമപ്പെട്ട ഈശോയെ, ഇതാ കർത്താവിൻ്റെ ദാസി എന്ന് പറഞ്ഞ പരിശുദ്ധ അമ്മയെ, വിശുദ്ധരുടെയൊക്കെ എളിമയെ നമുക്ക് ഈ തപസ്സുകാലത്ത് ധ്യാനിച്ച് അവ അനുകരിക്കുവാനായിട്ട് ശ്രമിക്കാം. പത്രോസ്ലീഹ 1-ാം ലേഖനം 5-ാം അധ്യായം 6-ൽ നമ്മളെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. ദൈവത്തിൻ്റെ ശക്തമായ കരത്തിൻ്റെ കീഴിൽ നിങ്ങൾ താഴ്മയോടെ നിൽക്കുവിൻ, അവിടുന്ന് തക്ക സമയത്ത് നിങ്ങളെ ഉയർത്തിക്കൊള്ളും. നമുക്ക് എളിമയുള്ളവരാകാം. കർത്താവെ അനുഗ്രഹിക്കണമേ. പരിശുദ്ധ ദൈവമാതാവേ, ക്രൂശിതനായ കർത്താവ്